നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. US ഇറാൻ സംഘർഷത്തിന്റെ ഫലങ്ങൾ ബ്രിട്ടനെയും പ്രതികൂലമായി ബാധിച്ചു. രാജ്യത്ത് ഇന്ധനവിലയും വിലക്കയറ്റവും കുതിച്ചുയരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും ഇന്ധന പ്രതിസന്ധിയും രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് തുറന്നത് പ്രശ്ന പരിഹാരമാകും. ക്രൂഡ് ഓയിലിന്റെ ബാരലിന് $10 കുറവും ലോകമെങ്ങും റീറ്റെയിൽ വിപണിയിൽ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ കുറവും സംഭവിച്ചേക്കും. നിലവിൽ പ്രതിസന്ധിയില്ല എന്നും അഥവാ ഉണ്ടായാൽ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. ലോകരാജ്യങ്ങൾ ആശങ്കയിൽ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള പീറ്റർ മാൻഡേഴ്സന്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ അടുത്ത 2 സഹായികൾക്ക് അറിയാമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സർക്കാരിന് മേൽ സ്റ്റാർമർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന ആരോപണം ശക്തമാകുന്നു. മാൻഡേഴ്സൺ അംബാസഡറായി നിയമിതനാകുന്നത് വരെ അയാൾക്കെതിരായ റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന കാര്യം അറിയില്ല എന്ന സ്റ്റാർമറുടെ വാദം പൊളിയുന്നു. മാൻഡേഴ്സിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കുക വഴി നിയമം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. US ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച പാകിസ്ഥാനിൽ. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് ഉടൻ എത്തിച്ചേരും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗനും കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ സംഘർഷാവസ്ഥയുടെ തീവ്രത കുറയ്ക്കുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾക്കുമായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തുടരുമെന്ന് നിർദ്ദേശം. സമാധാന ശ്രമങ്ങൾക്കായുള്ള പാക് ഇടപെടലിനെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും അഭിനന്ദിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളി ഇറാനിലെ യുറേനിയം വീണ്ടെടുത്ത് US-ലെത്തിക്കുമെന്ന ട്രംപിന്റെ വാദം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പാടെ തള്ളി. സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോകുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന് ഇറാന്റെ പക്കൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ലെത്തിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 528 പേരിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തത് 230 പേർ. ബില്ല് വോട്ടിനിട്ടത് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിലെ ചർച്ചയ്ക്കും സർക്കാരിന്റെ മറുപടിക്കും പിന്നാലെ. ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. വോട്ടെടുപ്പ് നടന്നത് ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 850 ആക്കി ഉയർത്താനുള്ള ഭരണഘടനാ ഭേദഗതി. വനിതാ സംവരണ ബിൽ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് BJPയും NDAയും. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് മിനി വാൻ മറിഞ്ഞു. പരിക്കേറ്റവരുടെ നില ഗുരുതരം. വാഹനത്തിലുണ്ടായിരുന്നത് 13 പേർ. മരിച്ചവരിൽ കുട്ടികളും. അപകടത്തിൽപ്പെട്ടത് പാറമൽ LP സ്കൂളിലെ അധ്യാപകർ. അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ. വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് സ്കൂൾ മുറ്റം. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവർക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകം ഭയപ്പെട്ട യുദ്ധ സാഹചര്യത്തിന് മെല്ലെ അയവ് വരികയാണ്. ലോകത്തിന് ആവശ്യമായ കടൽമാർഗം എത്തുന്ന വസ്തുക്കളുടെ സഞ്ചാരപാതയായ ഹോർമുസ് കടലിടുക്കും ഒടുവിൽ ഉപരോധ സാഹചര്യം ഒഴിവാക്കി തുറന്നിരിക്കുന്നു. ഇതിന്റെ ആദ്യ സുദിനം എന്നോണം ക്രൂഡ് ഓയിലിന് ബാരലിന് $10 കുറവും സംഭവിച്ചിട്ടുണ്ട്. ലോകമെങ്ങും റീറ്റെയിൽ വിപണിയിൽ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ അല്പമെങ്കിലും കുറവ് സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിന്റെ ആശ്വാസം മറ്റു വിപണികളിലും വിലകളിലും പ്രതിഫലിക്കാതിരിക്കില്ല. എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട വിമാന സർവീസുകൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധ സാഹചര്യത്തിന് മെല്ലെ അയവ് വരികയാണെങ്കിലും വിമാന സർവീസുകൾക്ക് കാര്യമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് വിമാനങ്ങൾ വന്നുപോയിക്കൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ കഴിഞ്ഞ 1.5 മാസമായി പലപ്പോഴും അടഞ്ഞുകിടന്നിരുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മ മാത്രമല്ല, വരും നാളുകളിൽ കൂടി ആശങ്കയോടെ മാത്രം നേരിടേണ്ട യാഥാർത്ഥ്യം കൂടിയാണ്. കൂടുതൽ സർവീസുകളും പുത്തൻ വിമാനങ്ങളും ഒക്കെയായി വികസന സ്വപ്നങ്ങൾ കണ്ടിരുന്ന വ്യോമയാന മേഖലയ്ക്ക് പൊടുന്നനെ ലഭിച്ച തിരിച്ചടിയുടെ ആഘാതം നേരിടാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതാകട്ടെ ലോകമെങ്ങും പരന്നുകിടക്കുന്ന പ്രവാസി മലയാളികൾക്ക് നൽകുന്ന ആഘാതവും ഒട്ടും ചെറുതായിരിക്കില്ല. 5000 രൂപയിൽ താഴെ ഗൾഫിലേക്ക് എത്തിക്കൊണ്ടിരുന്ന മലയാളികൾക്ക് ഇപ്പോൾ 30,000 രൂപയെങ്കിലും നൽകിയാൽ മാത്രമേ ഒരു വർഷത്തേക്കെങ്കിലുമുള്ള യാത്ര സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം ഉടനെ മാറിക്കിട്ടുമെന്ന് കരുതാൻ സാധ്യത കുറവുമാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും UK-യിലേക്ക് ഉള്ള നിരക്കുകൾ ലക്ഷങ്ങൾ കടന്നുപോയി എങ്കിലും ഇനിയും ശരാശരി നിരക്കുകൾ 1.5 ലക്ഷമെങ്കിലുമായി തുടരാനുള്ള സാധ്യതയും ഏറെയാണ്. ലോക വിമാനയാത്രികരുടെ പ്രധാന ഹബ്ബായിരുന്ന ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരിട്ട നഷ്ടം നികത്തിയെടുക്കാൻ കുറച്ചുകാലമൊന്നും പോരാതെ വരുമെന്ന് ഉറപ്പാണ്. 6 പതിറ്റാണ്ട് മുൻപ് യൂറോപ്പിൽ നിന്നും പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്നും ദീർഘദൂര യാത്രയ്ക്കുള്ള വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള മരുഭൂമിയിലെ ഒരു ഹബ്ബ് മാത്രമായിരുന്നു ഗൾഫിലേത്. വിമാനമിറങ്ങാനുള്ള ഒരു റൺവേയും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും. ഇതിൽ നിന്നുമാണ് മില്യൺ കണക്കിന് യാത്രക്കാർക്ക് ഇടത്താവളമായി മാറിയ ഗൾഫ് വിമാനത്താവളങ്ങളുടെ പിറവി. ഇന്ന് ലോക വ്യോമയാന മേഖലയ്ക്ക് ദുബായ് ഇല്ലാതെ ഒരു ചിന്ത പോലും സാധ്യമല്ല. അത്രയ്ക്കും വളർച്ചയാണ് ലോകത്തിന്റെ ഹബ്ബായി
ഹബ്ബായി മാറിയ ഈ കൊച്ചു രാജ്യം നേടിയെടുത്തത്. 2024 കണക്കിൽ 92 മില്യൺ യാത്രക്കാരാണ് ഈ വിമാനത്താവളം വഴി കടന്നുപോയത്. ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തെ കടത്തിവെട്ടുന്ന കണക്കായിരുന്നു അത്. ആ വർഷം ലണ്ടനിലൂടെ കടന്നുപോയ സഞ്ചാരികളുടെ എണ്ണം 87 മില്യൺ മാത്രമായിരുന്നു. ഒരു സാധാരണ ദിവസം എമിറേറ്റ്സ്, ഖത്തർ, ഇത്തിഹാദ് എന്നിവ ചേർന്ന് 3000 വിമാനങ്ങളാണ് പറത്തിയിരുന്നതെന്ന കണക്ക് ലഭിക്കുമ്പോൾ വ്യോമയാന രംഗത്ത് ഗൾഫിന്റെ പ്രാധാന്യവും ആവശ്യകതയും ലോകത്തിന് കൂടുതൽ വ്യക്തമാവുകയാണ്. അതിനാലാണ് യുദ്ധം ഒഴിവായാലും ഗൾഫ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ വർഷങ്ങളെടുക്കുന്ന സാഹചര്യത്തിൽ അത്രയും കാലത്തോളം ലോകമെങ്ങും വിമാനയാത്രികരും ഇപ്പോൾ നടന്ന അനാവശ്യ യുദ്ധത്തിന്റെ പരിണതി അനുഭവിക്കേണ്ടി വരുന്നത്. US-ഇറാൻ സംഘർഷത്തിന്റെ ഫലങ്ങൾ വിവിധ ലോകരാജ്യങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്ധനവിലയും വിലക്കയറ്റവും മുന്നോട്ടാണ്. ഇപ്പോഴിതാ ബ്രിട്ടനെയും യുദ്ധം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പലയിടത്തും ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഭക്ഷ്യവസ്തുക്കൾക്കും ക്ഷാമമുണ്ടാകുന്നു. US-ഇറാൻ സംഘർഷത്തിന്റെ ഫലങ്ങൾ വിവിധ ലോകരാജ്യങ്ങൾ അനുഭവിക്കുകയാണ്. ബ്രിട്ടനെയും യുദ്ധം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പലയിടത്തും ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഭക്ഷ്യവസ്തുക്കൾക്കും ക്ഷാമം ഉണ്ടാവുകയാണ്. കോഴിയിറച്ചിയും പന്നിയിറച്ചിയും ലഭ്യമാകില്ല എന്നും തിരിച്ചടിയാകുമെന്നുമാണ് റിപ്പോർട്ട്. ഹോർമുസിലൂടെയുള്ള ചരക്ക് ഗതാഗതം തടഞ്ഞതോടെ എണ്ണയുൾപ്പെടെ വിതരണം പ്രതിസന്ധിയിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വിതരണം തടസ്സപ്പെട്ടാൽ മൃഗങ്ങളെ മാനുഷികമായി ഇറക്കുന്നതിനുള്ള തടസ്സമാകും. വിതരണം തടസ്സപ്പെടുന്നതും സംഭരണം ബുദ്ധിമുട്ടിലാകുന്നതും പ്രതിസന്ധി ഉണ്ടാക്കും. ഭക്ഷ്യക്ഷാമം എന്നത് സാധ്യതയാണെന്ന് ഒരു വിഭാഗം പറയുന്നു. ആശങ്ക വേണ്ട എന്ന് ബിസിനസ് സെക്രട്ടറി പീറ്റർ ഹെക്കെയിൽ അറിയിച്ചു. സാധാരണ ജീവിതവുമായി മുന്നോട്ട് പോകാനും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും ഭക്ഷ്യ സാധാരണ വിതരണത്തിൽ പ്രതിസന്ധിയില്ല എന്ന് വ്യക്തമാക്കി. കർഷകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും സഹകരണമുണ്ട്. നിലവിൽ പ്രതിസന്ധിയില്ല എന്നും അഥവാ ഉണ്ടായാൽ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറയുന്നു. എണ്ണയും ഗ്യാസും വില കൂടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനാൽ കുടുംബങ്ങൾക്ക് ഉയർന്ന പണപ്പെരുപ്പം നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിന് കപ്പലുകൾക്ക് പണം ഈടാക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി കരാറിനായി ആലോചിക്കുന്നുണ്ട്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള പീറ്റർ മാൻഡേഴ്സിന്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ അടുത്ത 2 സഹായികൾക്ക് അറിയാമായിരുന്നു എന്ന കാര്യം ഇന്നലെ പുറത്തുവന്നു. സ്റ്റാർമർക്ക് സർക്കാരിനുമേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന ആരോപണത്തിന് ശക്തി പകരുന്ന വിധം മുതിർന്ന സിവിൽ സർവന്റ് ഡെയിം അന്റോണിയോ റോമിയോയ്ക്കും ക്യാബിനറ്റ് ഓഫീസർ ക്യാറ്റ് ലിവിറ്റിനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് കാര്യമാക്കാതെയാണ് മാൻഡേഴ്സിനെ അമേരിക്കൻ അംബാസിഡറായി നിയമിക്കാൻ പച്ചക്കൊടി കാട്ടിയ കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള പീറ്റർ മാൻഡേഴ്സിന്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ അടുത്ത 2 സഹായികൾക്ക് അറിയാമായിരുന്നു എന്ന കാര്യം ഇന്നലെ പുറത്തുവന്നു. അതേസമയം കഴിഞ്ഞ വർഷം മാൻഡേഴ്സൺ അംബാസിഡറായി നിയമിതനാകുന്നത് വരെ അയാൾക്കെതിരായ റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന കാര്യം അറിയില്ല എന്നായിരുന്നു സ്റ്റാർമർ ഇതുവരെ അവകാശപ്പെട്ടിരുന്നത്. വിദേശകാര്യ വകുപ്പ് ഇക്കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റാർമർ എതിർപ്പുകൾ വകവയ്ക്കാതെ മാൻഡേഴ്സനെ നിയമിച്ചതിന് വിദേശകാര്യ വകുപ്പിലെ ഉന്നതനായ സർ ഓലി റോബിൻസനെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതേസമയം സർ ഓലി മാൻഡേഴ്സിനെ കുറിച്ചുള്ള അതീവ രഹസ്യമായ അന്വേഷണ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കുക വഴി നിയമം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തുന്നതിനും വളരെ മുൻപ് തന്നെ ഇക്കാര്യം ടൗണിംഗ് സ്ട്രീറ്റിലെ ചിലർക്ക് അറിയാമായിരുന്നു എന്നാണ് ഇന്നലെ രാത്രി പുറത്തുവന്ന റിപ്പോർട്ട്. എംപിമാർ ആവശ്യപ്പെടുന്ന ഫയലുകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് ഓഫീസിലെ പെർമനന്റ് സെക്രട്ടറി ക്യാറ്റ് ലിവിറ്റിന് 7 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിവരങ്ങൾ അടങ്ങിയ ഫയൽ ലഭിച്ചിരുന്നു എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 അന്നത്തെ സുരക്ഷാന്വേഷണ ഉദ്യോഗസ്ഥൻ മാൻഡേഴ്സിനെ കുറിച്ച് അത്യന്തം ആശങ്കാജനകമായ കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടിൽ എഴുതിയിരുന്നത്. മാത്രമല്ല അംബാസിഡറായി നിയമിക്കുന്നതിനുള്ള ക്ലിയറൻസ് നൽകരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നതായി ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിവരങ്ങൾ ലിറ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ഡെയിം അന്റോണിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം പുറത്തു വന്നാൽ അത് ഉയർത്തിയേക്കാവുന്ന വെല്ലുവിളികളെ കുറിച്ചും ഇവർ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് ഇവർ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. അതായത് 1 ഡസനോളം ഉദ്യോഗസ്ഥർക്കും നിയമജ്ഞർക്കും ആൻഡേഴ്സിനെതിരെയുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് ചുരുക്കം. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതേസമയം നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് ആൻഡേഴ്സിനെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചതെന്ന് നേരത്തെ എംപിമാർക്ക് ഉറപ്പു നൽകിയ പ്രധാനമന്ത്രി വരുന്ന തിങ്കളാഴ്ച മാത്രമേ ഇനി പാർലമെന്റിൽ എത്തുകയുള്ളൂ. കൃത്യമായ വിവരങ്ങൾ നേരത്തെ പറഞ്ഞതിനോ ചെയ്തതിനോ വിപരീതമായവ ആണെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് അക്കാര്യം എംപിമാരെ അറിയിക്കണമെന്ന മന്ത്രിമാർക്കുള്ള പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണിതെന്ന് എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ പാർട്ടിക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യത്തിന് ശക്തി വർദ്ധിക്കുകയാണ്. ബ്രിട്ടീഷ് പങ്കാളികൾക്കൊപ്പം ജീവിക്കാൻ സന്ദർശന വിസയിൽ എത്തുന്നവർ വ്യാജ ഗാർഹിക പീഡനം ആരോപിച്ച് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള ILR കരസ്ഥമാക്കുന്നു എന്ന BBC റിപ്പോർട്ടിനെ തുടർന്ന് ബ്രിട്ടീഷ് ഹോം ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. അത്തരത്തിലുള്ള അപേക്ഷകൾ വളരെ കർശനമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി വിശദമായും സുതാര്യമായും പരിശോധിക്കാറുണ്ടെന്നും ഇത് ഇമിഗ്രേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നതിൽ നിന്നും വലിയൊരു പരിധിവരെ സംരക്ഷണം ഉറപ്പാക്കുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്. ഇമിഗ്രേഷൻ സിസ്റ്റം ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രിയുടെ വക്താവ് അറിയിച്ചു.
ഹോം ഓഫീസും റെഗുലേറ്റർമാരായ ഇമിഗ്രേഷൻ അഡ്വൈസറി അതോറിറ്റിയും അത് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും വക്താവ് അറിയിച്ചു. അതേസമയം ഇത്തരത്തിലുള്ള വ്യാപക അപേക്ഷകൾ തടയുന്നതിനായി ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. ഗാർഹിക പീഡനത്തിന് പുറമെ വ്യാജമായ സ്വവർഗാനുരാഗി അവകാശപ്പെട്ടും ബ്രിട്ടനിൽ അഭയത്തിനായി ശ്രമിക്കുന്നതിനെ കുറിച്ചും ഹോം ഓഫീസ് ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹ്രസ്വ സന്ദർശനത്തിനെത്തിയവർക്ക് വിസ കാലാവധി തീരും മുൻപേ വ്യാജകഥകൾ സൃഷ്ടിച്ചും അതിനെ പിന്താങ്ങുന്ന തെളിവുകളും മെഡിക്കൽ രേഖകളും ഒക്കെ സൃഷ്ടിച്ചും ബ്രിട്ടനിൽ തുടരുന്നതിനുള്ള വഴിയൊരുക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില കേസുകളിൽ ഇതെല്ലാം ഒരുക്കി നൽകുന്നതിനായി നിയമജ്ഞരും നിയമസ്ഥാപനങ്ങളും ആയിരക്കണക്കിന് പൗണ്ട് കൈപ്പറ്റുന്നതായും BBCയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടൻ മറ്റു ചില വ്യാപാര നിബന്ധനകളിൽ വീണ്ടും EU സിംഗിൾ മാർക്കറ്റ് നിയമങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ഭക്ഷ്യസുരക്ഷയും കൃഷിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ യൂറോപ്യൻ മാനദണ്ഡങ്ങളുമായി ചേർന്ന് പോകാനാണ് ലേബർ പാർട്ടി സർക്കാരിന്റെ ലക്ഷ്യം. ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടൻ ചില വ്യാപാര നിബന്ധനകളിൽ വീണ്ടും EU സിംഗിൾ മാർക്കറ്റ് നിയമങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ പാർലമെന്ററി വോട്ടെടുപ്പുകൾ ഇല്ലാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ സ്വീകരിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമം കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ നീക്കം. ഇതിലൂടെ ബിസിനസ്സുകൾ നേരിടുന്ന അധിക ചെലവുകൾ കുറയ്ക്കാനും ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനും സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. സർക്കാർ നീക്കം കടുത്ത രാഷ്ട്രീയ പോരിനെ വഴിവെച്ചിരിക്കുകയാണ്. ബ്രിട്ടനെ പിൻവാതിലിലൂടെ വീണ്ടും യൂറോപ്യൻ യൂണിയൻ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമമാണിതെന്ന് യൂറിഫോം UK നേതാവ് നിക്കൽ ഫരാജ് ആരോപിച്ചു. പാർലമെന്റിനെ വെറുമൊരു കാഴ്ചക്കാരനാക്കി മാറ്റി ബ്രസൽസിന് തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകുന്നതാണ് എന്ന് കൺസർവേറ്റീവ് പാർട്ടിയും കുറ്റപ്പെടുത്തി. എന്നാൽ EU സിംഗിൾ മാർക്കറ്റ് നിയമങ്ങൾ മൂലം പ്രതിവർഷം 5.1 ബില്യൺ പൗണ്ടിന്റെ ഭക്ഷണ പാനീയ വ്യാപാര കരാർ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു. കൂടാതെ കർഷകർക്കും ഉൽപാദകർക്കും യൂറോപ്പിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴുള്ള തടസ്സങ്ങൾ കുറയും. ലേബർ പാർട്ടി യൂറോപ്യൻ യൂണിയന്റെ സിംഗിൾ മാർക്കറ്റിലോ കസ്റ്റംസ് യൂണിയനിലോ പൂർണ്ണമായി ചേരില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഡൈനാമിക് അലൈൻമെന്റ് എന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന UK-EU ഉച്ചകോടിയിൽ കൂടുതൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. US ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്ന വിവരം. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്കായി പ്രതിനിധികൾ ഞായറാഴ്ച ഇസ്ലാമാബാദിൽ എത്തിച്ചേർന്നേക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്കായി പ്രതിനിധികൾ ഞായറാഴ്ച ഇസ്ലാമാബാദിൽ എത്തിച്ചേർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗനും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ സംഘർഷാവസ്ഥയുടെ തീവ്രത കുറയ്ക്കുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾക്കുമായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ചർച്ച ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സമാധാന ശ്രമങ്ങൾക്കായുള്ള പാക് ഇടപെടലിനെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും അഭിനന്ദിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ട US ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ ശ്രമം ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈനിക മേധാവിയും ആഭ്യന്തരമന്ത്രിയും ഇറാനിലെത്തി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെയായിരുന്നു ഈ സന്ദർശനം. ഇറാനിലെ യുറേനിയം വീണ്ടെടുത്ത് US-ലെത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോകുന്നില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായ് സ്റ്റേറ്റ് ടെലിവിഷനിൽ പറഞ്ഞു. ഇറാനിലെ യുറേനിയം വീണ്ടെടുത്ത് US-ലെത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളി ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരിടത്തേക്കും മാറ്റാൻ പോകുന്നില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായ് പറഞ്ഞു. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന് ഇറാന്റെ പക്കൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്തു ചെയ്യുമെന്നതടക്കം ചർച്ചയായിരുന്നു. ഇതിനിടെയാണ് ഇറാനിലെ യുറേനിയം വീണ്ടെടുത്ത് US-ലെത്തിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ആണവ പദ്ധതി നിർത്തിവെക്കാൻ ഇറാന് സമ്മതമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കൂടി അറിയിച്ചിരുന്നു. യാതൊരു വിധത്തിലുമുള്ള പണമോ മറ്റു പ്രതിഫലമോ നൽകാതെ യുറേനിയം അമേരിക്കയിൽ എത്തിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ആണവ കേന്ദ്രങ്ങൾക്കിടയിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനും US-ഉം ചേർന്ന് വീണ്ടെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഇസ്മായിൽ ബഖായ് രംഗത്തെത്തിയത്. അതേസമയം ലെബനനിലെ വെടിനിർത്തലിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രകൾക്ക് ഇറാൻ തുറന്നു കൊടുത്തിരുന്നു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചകൾക്കും തുടർ നീക്കങ്ങൾക്കും ഒടുവിലാണ് ലെബനനിലെ വെടിനിർത്തലും ഹോർമൂസ് തുറന്നുകൊടുക്കലും സംഭവിക്കുന്നത്. അതേസമയം രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ തിങ്കളാഴ്ച നടന്നേക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തിയില്ല എങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നും എന്നാൽ ഇറാനിലെ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും വ്യക്തമാക്കി. ഒരുപക്ഷെ ഞാൻ വെടിനിർത്തൽ നീട്ടില്ല, പക്ഷേ ഉപരോധം നിലനിൽക്കും. അതിനാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ബോംബുകൾ വർഷിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.
ഏപ്രിൽ പകുതി മുതൽ ഇറാനിലെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടയുന്നുണ്ട്. ഇറാനി നടപടിയെ നിയമവിരുദ്ധമെന്നും പ്രകോപനപരമെന്നും വിളിച്ച് അപലപിച്ചിരുന്നു. ഉപരോധം തുടർന്നാൽ ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും ആണവ കരാറുകൾ, ഉപരോധം നീക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ല എങ്കിൽ നിലവിലെ വെടിനിർത്തൽ തകരുകയും മേഖലയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ചെയ്തേക്കാം. ഒരു കരാറിലെത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന സൈനിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.14 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 92.6 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.91 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.62 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. 3/2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 528 പേരിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 230 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ശനിയാഴ്ച 11 മണിവരെ ലോക്സഭ പിരിഞ്ഞു. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിലെ ചർച്ചയ്ക്കും സർക്കാരിന്റെ മറുപടിക്ക് പിന്നാലെയുമാണ് ബില്ല് വോട്ടിനിട്ടത്. ഭരണഘടനാ ഭേദഗതി ബില്ലായതിനാൽ 3/2 ഭൂരിപക്ഷം വേണമായിരുന്നു ലോക്സഭയിൽ പാസ്സാവാൻ. എന്നാൽ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. വനിതാ സംവരണം നടപ്പാക്കുന്നതിനുള്ള ഭേദഗതി ബില്ലായിരുന്നു ഇത്. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 850 ആക്കി ഉയർത്താനുള്ള ഭരണഘടനാ ഭേദഗതിയിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ബില്ലിനെ എതിർത്ത ഇന്ത്യ സഖ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വനിതാ സംവരണം എന്ന തത്വത്തെ തന്നെ പ്രതിപക്ഷം എതിർക്കുകയാണ്. വനിതാ ശാക്തീകരണം നടപ്പിലാക്കുക എന്നതായിരുന്നു NDAയുടെ ലക്ഷ്യം. ഉപാധികൾ വെച്ച് പ്രതിപക്ഷം അതിനെ എതിർക്കുകയായിരുന്നുവെന്ന് അമിത്ഷാ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. 2029 തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. വനിതാ സംവരണ ബിൽ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് BJPയും NDAയും തീരുമാനിച്ചു. ബിൽ പരാജയപ്പെടുത്തിയതിൽ പാർലമെന്റ് വളപ്പിൽ NDA അംഗങ്ങൾ പ്രതിഷേധിച്ചു. NDA വനിതാ MPമാർ പാർലമെന്റിൽ പ്രത്യേക പ്രതിഷേധവും സംഘടിപ്പിച്ചു. വനിതാ സംവരണം ഇല്ലാതാക്കിയതിൽ ലജ്ജിക്കൂ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം. വനിതാ സംവരണ നിയമം ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇരപരിവേഷത്തോടെ തിരഞ്ഞെടുപ്പ് കളത്തിൽ പ്രചരണായുധമാക്കാനായിരിക്കും BJP നീക്കം. വനിതാ സംരക്ഷണ ബിൽ തങ്ങൾ കൊണ്ടുവന്നു, പ്രതിപക്ഷം തോൽപ്പിച്ചു എന്ന പ്രചരണമായിരിക്കും BJP മുദ്രാവാക്യം. ഭേദഗതി ബിൽ വോട്ടിനിടും മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയുമായും മന്ത്രി കിരൺ റിജിജുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. 2029 തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ബംഗാൾ, തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ അജണ്ടയാക്കാനും ലക്ഷ്യമിട്ടാണ് തിടുക്കത്തിൽ സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി രംഗത്തെത്തിയത്. US ഉപരോധങ്ങളിൽ നിന്നുള്ള ഇളവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ വാങ്ങുന്ന പരിമിതമായ ഇറാനിയൻ എണ്ണയ്ക്കുള്ള പണം ഇന്ത്യൻ റിഫൈനറികൾ നൽകുന്നത് ചൈനീസ് യുവാൻ വഴിയാണ് എന്ന് റിപ്പോർട്ട്. ഇത്തരം ഇടപാടുകൾ പൂർണ്ണമായും നിയമവിധേയമാണ് എന്ന് സർക്കാർ പ്രതികരിച്ചു. ആഗോള ഊർജ്ജ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിൽ അമേരിക്ക കഴിഞ്ഞ മാസം ഇളവ് കൊണ്ടുവന്നിരുന്നു. റഷ്യൻ എണ്ണയ്ക്കുള്ള ഉപരോധ ഇളവ് US മെയ് 6 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇറാനിയൻ ക്രൂഡ് ഓയിലിന്റെ ഇളവ് നാളെ അവസാനിക്കും. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഈ ആഴ്ച ആദ്യം തന്നെ ഈ ഇളവ് നീട്ടി നൽകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പണമിടപാടുകൾ നടത്തുന്നതിലെ ബുദ്ധിമുട്ട് കാരണം ചില ഉപഭോക്താക്കൾ പിൻവാങ്ങിയെങ്കിലും ചില റിഫൈനറികൾ നിലവിൽ ഇറാനിയൻ എണ്ണ സംഭരിക്കുന്നുണ്ട്. 7 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ $2 കോടി വിലമതിക്കുന്ന 20 ലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ജയ എന്ന ടാങ്കർ കപ്പലിൽ നിന്ന് വാങ്ങി. ഇറാനിയൻ എണ്ണയുമായി മറ്റ് 4 കപ്പലുകൾക്കും ഇന്ത്യയിൽ അടുക്കാൻ അനുമതി ലഭിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ എണ്ണ ഇടപാടുകൾക്ക് വേണ്ടിയുള്ള പണം ICICI ബാങ്ക് വഴിയാണ് കൈമാറുന്നത്. ഇത് ചൈനീസ് യുവാൻ വഴിയാണ് സെറ്റിൽമെന്റ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഈ വിഷയത്തിൽ സംശയാസ്പദമായി ഒന്നുമില്ല എന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പ്രധാനം. എണ്ണ കമ്പനികൾ നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ കൂട്ടിച്ചേർത്തു. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. മിനി വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. ഇവരെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 13 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം.
മരിച്ചവരിൽ കുട്ടികളുമുണ്ട്. പാറമ്മൽ LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പാങ്ങിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു അധ്യാപകർ. ആളിയാർ ചുരത്തിൽ വെച്ച് നിയന്ത്രണം തെറ്റിയ വാഹനം 11ാം വളവിൽ നിന്ന് 10ാം വളവിലേക്ക് മറിയുകയായിരുന്നു. വാഹനം പൂർണ്ണമായും തകർന്നു. പ്രധാനാധ്യാപിക പൂലാമന്തോൾ സ്വദേശിനി അജിത, അധ്യാപകരും പാങ് സ്വദേശികളുമായ റംല, സുഹറ, ആശ, മജീദ്, ഭാര്യ റുഖിയ, ആയ സജിത, പാങ് UP സ്കൂളിലെ അധ്യാപിക ഷക്കീല, സുഹറയുടെ മകൻ ഹിഷാം എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച സജിതയുടെ മകൻ ഷഹദീൻ, സ്കൂൾ ഡ്രൈവർ നൌഷാദ്, ട്രാവൽ ഡ്രൈവറായ മുഹമ്മദ് ഫാസിദ് എന്നിവരാണ് കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ളത്. 10 വയസ്സുള്ള മസ്നീൻ എന്ന പെൺകുട്ടി പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറെ ദുഃഖകരമായ സംഭവമാണെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ഉറപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, മറിച്ച് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അല്ല എന്നും PJ കുര്യൻ പറഞ്ഞു. ഹൈക്കമാൻഡും MLA-മാരും എന്തു തീരുമാനിക്കുന്നുവോ അതിനൊപ്പം താൻ നിൽക്കും. ആര് മുഖ്യമന്ത്രിയായാലും തനിക്ക് പരാതിയില്ല, സ്വാഗതം ചെയ്യും. തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നും PJ കുര്യൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെയും രംഗത്തെത്തി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഭരണം കിട്ടില്ല. ഈ ആശങ്കയാണ് ബിൽ കൊണ്ടുവരാൻ കാരണം. വനിതാ സംവരണം തങ്ങൾ കൊണ്ടുവന്നു, UPA എതിർത്തു എന്ന് വരുത്താനാണ് NDA ശ്രമമെന്നും PJ കുര്യൻ പറഞ്ഞു. പ്രചരണ വിഷയമാക്കാൻ ദുരുദ്ദേശപരമായി ബിൽ കൊണ്ടുവന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊണ്ട് ഇന്ത്യ ഭരിക്കാമെന്ന ഗൂഢ ഉദ്ദേശമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ MP-മാരുടെ എണ്ണം കൂട്ടാനാണ് ശ്രമമെന്നും PJ കുര്യൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ സ്വാഭാവികമെന്നാണ് കഴിഞ്ഞ ദിവസം K സുധാകരൻ പ്രതികരിച്ചത്. തീരുമാനമെടുക്കുന്നതുവരെ ചർച്ചയാകാമെന്നും പാർട്ടിയുടെ രീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നുമാണ് K സുധാകരൻ പ്രതികരിച്ചത്. ചർച്ചകൾ പാർട്ടിക്ക് ക്ഷീണമാണോ എന്ന ചോദ്യത്തോട് എന്താണ് ക്ഷീണം, പാർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്, വ്യക്തികളല്ല. അതിലെന്താണ് പ്രശ്നം? ഫലം വരുന്നതിന് മുൻപ് ചർച്ച നടത്തുന്നവരുമുണ്ട്, ഫലം വന്ന് ചർച്ച നടത്തുന്നവരുമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നും K സുധാകരൻ പ്രതികരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടറെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടറെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, LDF സ്ഥാനാർത്ഥി NMR റസാഖ്, UDF കണ്ണാടി മണ്ഡലം കൺവീനർ A വിനേഷ്, മൊബൈൽ ഫോണിൽ ദൃശ്യം ചിത്രീകരിച്ച മുഹമ്മദ് ഷാ, UDF LDF സ്ഥാനാർത്ഥികളുടെ ചീഫ് ഇലക്ഷൻ ഏജന്റുമാരായ C ബാലൻ, K കൃഷ്ണൻകുട്ടി, മാധ്യമപ്രവർത്തകർ, സംഭവ സമയം ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന പാലക്കാട് നഗരസഭാ മുൻ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവരുൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ദൃശ്യത്തിലുള്ള വോട്ടർ മൊഴി നൽകാൻ എത്തിയില്ല. ഇവർക്ക് വീണ്ടും നോട്ടീസ് നൽകും. NDA പണം നൽകിയെന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ചു. സംഭവം തനിക്കെതിരെയുള്ള തിരക്കഥയെന്നാണ് ശോഭയുടെ നിലപാട്. സംഭവത്തിൽ വരണാധികാരി പാലക്കാട് RDO P അൻവർ സാദത്ത് അന്വേഷണം പൂർത്തിയാക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ജില്ലാ കളക്ടർ നേരിട്ട് മൊഴിയെടുത്തത്. വോട്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ജില്ലാ കളക്ടർ അടുത്ത ആഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകും. വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 3ാം വിജയം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 5 വിക്കറ്റ് വിജയമാണ് ഗുജറാത്ത് സ്വന്തമാക്കിയത്. കൊൽക്കത്ത ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 19.4 ഓവറിൽ 5 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ഗുജറാത്ത് എത്തി. 6 പോയിന്റുള്ള ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് 3ാം വിജയം നേടുമ്പോൾ 6ൽ 5 മത്സരങ്ങളും തോറ്റ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 10ാമതാണ്. കൊൽക്കത്തയ്ക്ക് ഇതുവരെ ഒരു കളി പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല. മറുപടി ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത്. 50 പന്തുകൾ നേരിട്ട ഗിൽ 4 സിക്സുകളും 8 ഫോറുകളും ഉൾപ്പെടെ 86 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ, സായ് സുദർശൻ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരാണ് ഗുജറാത്തിന്റെ മറ്റു പ്രധാന സ്കോറർമാർ. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത 20 ഓവറിൽ 180 റൺസ് എടുത്ത് പുറത്തായി. 55 പന്തുകൾ നേരിട്ട കാമറൂൺ ഗ്രീൻ 4 സിക്സുകളും 7 ഫോറുകളും ഉൾപ്പെടെ 79 റൺസ് എടുത്തു. റോമൻ പവൽ, ടീം സെയ്സ്പട്ട്, രമൺദീപ് സിംഗ് എന്നിവരാണ് കൊൽക്കത്തയുടെ മറ്റു പ്രധാന സ്കോറർമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. US ഇറാൻ സംഘർഷത്തിന്റെ ഫലങ്ങൾ ബ്രിട്ടനെയും പ്രതികൂലമായി ബാധിച്ചു. രാജ്യത്ത് ഇന്ധനവിലയും വിലക്കയറ്റവും കുതിച്ചുയരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും ഇന്ധന പ്രതിസന്ധിയും രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് തുറന്നത് പ്രശ്ന പരിഹാരമാകും. ക്രൂഡ് ഓയിലിന്റെ ബാരലിന് $10 കുറവും. ലോകമെങ്ങും റീറ്റെയിൽ വിപണിയിൽ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ കുറവും സംഭവിച്ചേക്കും. നിലവിൽ പ്രതിസന്ധിയില്ല എന്നും അഥവാ ഉണ്ടായാൽ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. ലോകരാജ്യങ്ങൾ ആശങ്കയിൽ.
കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള പീറ്റർ മാൻഡൽസന്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ അടുത്ത 2 സഹായികൾക്ക് അറിയാമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സർക്കാരിന് മേൽ സ്റ്റാർമർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന ആരോപണം ശക്തമാകുന്നു. മാൻഡൽസൺ അംബാസിഡറായി നിയമിതനാകുന്നത് വരെ അയാൾക്കെതിരായ റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന കാര്യം അറിയില്ല എന്ന സ്റ്റാർമറുടെ വാദം പൊളിയുന്നു. മാൻഡൽസനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കുക വഴി നിയമം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. US ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച പാകിസ്ഥാനിൽ. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് ഉടൻ എത്തിച്ചേരും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗനും കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ സംഘർഷാവസ്ഥയുടെ തീവ്രത കുറയ്ക്കുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾക്കുമായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തുടരുമെന്ന് നിർദ്ദേശം. സമാധാന ശ്രമങ്ങൾക്കായുള്ള പാക് ഇടപെടലിനെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും അഭിനന്ദിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളി ഇറാനിലെ യുറേനിയം വീണ്ടെടുത്ത് US-ലെത്തിക്കുമെന്ന ട്രംപിന്റെ വാദം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പാടെ തള്ളി. സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോകുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന് ഇറാന്റെ പക്കൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ലെത്തിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 528 പേരിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തത് 230 പേർ. ബില്ല് വോട്ടിനിട്ടത് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിലെ ചർച്ചയ്ക്കും സർക്കാരിന്റെ മറുപടിക്കും പിന്നാലെ. ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. വോട്ടെടുപ്പ് നടന്നത് ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 850 ആക്കി ഉയർത്താനുള്ള ഭരണഘടനാ ഭേദഗതി. വനിതാ സംവരണ ബിൽ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് BJPയും NDA. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് മിനി വാൻ മറിഞ്ഞു. പരിക്കേറ്റവരുടെ നില ഗുരുതരം. വാഹനത്തിലുണ്ടായിരുന്നത് 13 പേർ. മരിച്ചവരിൽ കുട്ടികളും. അപകടത്തിൽപ്പെട്ടത് പാറമൽ LP സ്കൂളിലെ അധ്യാപകർ. അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ. വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് സ്കൂൾ മുറ്റം. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവർക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.